ഇനി നമുക്ക് ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദിയിൽ സ്ട്രീറ്റ് ആർട്ടുമായി ഹൃദയം കവരുകയാണ് മലയാളി കലിഗ്രാഫറായ കരീം. മലപ്പുറം കക്കോവ് സ്വദേശിയായ കരീം കലിഗ്രഫിയിൽ അറിയപ്പെടുന്ന കലാകാരനാണ്. ഖത്തർ ഫൗണ്ടേഷനിലെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രക്കിടെയാണ് കരീം ഗ്രാഫിയെ കണ്ടുമുട്ടുന്നത്. ലോകകപ്പ് ഫുട്ബോൾ കാലത്തെന്നതുപോലെ ആരാധകരുടെ മനം കവരുകയാണ് കരീമിന്റെ വരകൾ. കളിക്കൊപ്പം കലയും സംസ്കാരവുമൊക്കെ ആരാധകരുമായി പങ്കുവെക്കുക എന്നത് ഖത്തറിന്റെ പ്രഖ്യാപിത നയമാണ്. അതിൽ അറബ് ലോകത്തിന്റെ സ്വന്തം കലിഗ്രഫി മാലോകർക്ക് കാണിച്ചു കൊടുക്കാൻ സംഘാടകർ തെരഞ്ഞെടുത്തതാകട്ടെ മലയാളിയായ കരീമിനെയും. ഇതിലുള്ള ഡിഫറൻസ് നമ്മളൊന്നുകൂടി ക്ലോസ്ഡ് ആണ്. ചില ഏഷ്യയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തടുത്ത പ്രദേശങ്ങളിലുള്ള രാജ്യങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് കുറേയും കൂടിയും ഒരുപാട് കൾച്ചർ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ടീം ജപ്പാനികൾ വന്നിട്ട് ഇതിങ്ങനെ സെൽഫി എടുക്കുന്ന സമയത്ത് അവർ തന്നെ പറയാണ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ അവർ നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറേയും കൂടി ആളുകളുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫിഫയിൽ ഓഫ് കോഴ്സ് വേറൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് അതേപോലെ തന്നെ കുറച്ചും കൂടി ക്ലോസ്ഡ് ഫീൽ ചെയ്യുന്നു. ഓരോ വേദിയും നൽകുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പക്ഷേ ലോകകപ്പും ഏഷ്യാകപ്പുമൊക്കെ സമ്മാനിക്കുന്ന അനുഭവങ്ങൾ മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. സ്ട്രീറ്റ് ആർട്ട് എന്ന നിലയിൽ ആരാധകരിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്ന ഓരോ ഫ്രെയിമിലേക്കുമുള്ള ആശയങ്ങൾ കണ്ടെത്തുന്നത്. അത് കലയെ കൂടുതൽ ജനകീയമാക്കും. ചിലപ്പോഴൊക്കെ അറബിക് കലിഗ്രഫിക്കൊപ്പം ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള കലിഗ്രഫി സ്റ്റൈലുകൾ കൂടി സമന്വയിപ്പിക്കും. അല്ലെങ്കിൽ വെച്ചാൽ ഏത് രാജ്യക്കാർക്കും അവരുടെ ഒരു ട്രഡീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഇപ്പം മുകളിൽ എഴുതിയ ഫാർസിയാണ്, ഖത്ത് ഫാർസി എന്ന് വെച്ചാൽ ഇറാനികളുടെ സ്പെഷ്യൽ ലിപിയാണ്. ഇത് അതുപോലെ തന്നെ ജാപ്പനീസ് കാലിഗ്രാഫി. സോ അവരുടെ ട്രഡീഷണൽ കാലിഗ്രാഫി നമ്മൾ ചെയ്യുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നും കൂടി നമ്മൾ ക്ലോസ്ഡ് ആവും. അവർ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് കാണാം ആളുകൾ വന്നിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്നത്. പിന്നെ ആസ് എ കാലിഗ്രാഫി ആർട്ടിസ്റ്റ് ഓഫ് കോഴ്സ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇനിയും പല നമ്മളറിയാത്ത സ്ക്രിപ്റ്റുകൾ അറിയാം, നമ്മളറിയാത്ത ഭാഷകൾ അറിയാം, നമ്മളറിയാത്ത കൾച്ചർ അറിയാം. സോ ജാപ്പനീസ് കാലിഗ്രാഫി ഓഫ് കോഴ്സ് അതിന് ഭയങ്കര സ്പിരിച്വൽ. ജാപ്പനീസ് കാലിഗ്രാഫിനെ പറയുന്നത് ദ പാത്ത് ഓഫ് റൈറ്റിംഗ് എന്നാണ്, നോട്ട് ദ പാത്ത് നമ്മൾ സാധാരണ കാലിഗ്രാഫിക്ക് പറയാം ബ്യൂട്ടി ഓഫ് റൈറ്റിംഗ് എന്നാണ്. പക്ഷെ ജാപ്പനീസുകൾ പറയാം ദ പാത്ത് ഓഫ് റൈറ്റിംഗ്. ഭയങ്കര സ്പിരിച്വൽ കണക്ഷനാണ് ഇവർക്ക് ജാപ്പനീസിന്. സോ ഇതെന്താ പറയുക, ഇതൊരു ഭയങ്കര അവസരം കൂടിയായിരുന്നു ജാപ്പനീസ് കാലിഗ്രാഫി ചെയ്യാൻ. സ്റ്റേഡിയങ്ങളിലേക്കുള്ള യാത്രക്കിടെ ആരാധകർ ഈ കലാസൃഷ്ടികൾക്കൊപ്പം നിന്ന് ഫോട്ടോ പകർത്തും. അവരത് സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കും. അറബിക് കലിഗ്രഫി കൂടുതൽ ജനകീയമാകാൻ ഇത് വഴിവെക്കുമെന്ന് ഈ കലാകാരൻ പറയുന്നു. മത്സരങ്ങൾ കഴിഞ്ഞാലും കരീമിന്റെ ഈ ക്യാൻവാസുകളിലെ നിറങ്ങൾ മങ്ങില്ല. ഇവയുപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ ബാഗുകളും മറ്റും നിർമ്മിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. വരകളിലൂടെ വിവിധ സംസ്കാരങ്ങളുമായി സംവദിക്കുകയാണ് മലപ്പുറത്തുകാരനായ കരീം. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ 1.